കരാട്ടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ബലപ്രയോഗമാണെങ്കിൽ സന്യാസ ജീവിതം ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു ബലപ്രയോഗമാണ്. എൻ്റെ കുടുംബം കരാട്ടെ കുടുംബമാണ്. ഞങ്ങൾ 4 മക്കളാണ്. 4 മക്കളും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്തവരാണ്. ഇളയ ആങ്ങള സെമിനാരിയിലാണ്, ഡീക്കനാണ്. വലിയ പ്രതീക്ഷയോടെയും സ്വപ്നത്തോടെയും കരാട്ടയുടെ പേരിട്ട് പപ്പ വളർത്തിക്കൊണ്ടുവന്ന 2 മക്കളും ദൈവവിളി സ്വീകരിച്ച് ഇന്ന് സന്യാസ ജീവിതത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പപ്പ ആഗ്രഹിച്ചതുപോലെ കരാട്ടെ ഡ്രസ്സിൽ തന്നെയാണ് ഞങ്ങൾ പപ്പയെ അടക്കിയത്. ഫ്രണ്ടിൽ തന്നെ ഞാൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് പപ്പയ്ക്ക് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ സിസ്റ്റർ സെൻഷിൻ കാശാങ്കുറ്റിയിൽ MSJ സന്യാസിനി സമൂഹാംഗമാണ്. എൻ്റെ ഇടവക താമരശ്ശേരി രൂപതയിലെ കൂടത്തായി ലൂർദ് മാതാപ്പള്ളിയാണ്. എൻ്റെ കുടുംബം കരാട്ടെ കുടുംബമാണ്. പപ്പ ബെന്നി, അമ്മ ലൂസി. ഞങ്ങൾ 4 മക്കളാണ്. 4 മക്കളും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്തവരാണ്. ഇളയ ആങ്ങള സെമിനാരിയിലാണ്, ഡീക്കനാണ്. തിരുപ്പട്ടത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പപ്പ മമ്മി കരാട്ടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്. പപ്പ എനിക്കൊരു 3 വയസ്സുള്ളപ്പോൾ മുതൽ എന്നെ കരാട്ടെ പഠിപ്പിച്ചിരുന്നു. മമ്മി എന്നോട് പറയായിരുന്നു, പൈതലായിരുന്നപ്പോൾ മുതൽ തന്നെ എൻ്റെ കൊച്ചിനെ പപ്പ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കരാട്ടെ പഠിപ്പിച്ചു തരുന്നതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു കരാട്ടെ. പപ്പായുടെ മൂത്ത മോളായതുകൊണ്ട് തന്നെ എന്നെ വലിയ താല്പര്യത്തോടെയാണ് പപ്പ കരാട്ടെ പഠിപ്പിച്ചത്. പപ്പയ്ക്ക് കരാട്ടെ ഒരു പാഷനായിരുന്നു. ഒത്തിരി സ്വപ്നത്തോടു കൂടി എന്നെ പഠിപ്പിച്ചു. ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. പപ്പ മമ്മി എല്ലാവരും കരാട്ടെ ടീച്ചേഴ്സായിരുന്നു. അനിയത്തിയും ഇപ്പോൾ സ്കൂളുകളിൽ കരാട്ടെ ക്ലാസ് എടുക്കുന്നുണ്ട്. സെൽഫ് ഡിഫെൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ മറ്റു സ്കൂളുകളിലൊക്കെ എടുക്കാനായിട്ട് പോകാറുണ്ട്. 4 മക്കളിൽ 2 പേർക്കാണ് പപ്പ കരാട്ടയുടെ പേരിട്ടത്, സെൻഷിൻ, സെയിൻജിൻ. വലിയ പ്രതീക്ഷയോടെയും സ്വപ്നത്തോടെയും കരാട്ടയുടെ പേരിട്ട് പപ്പ വളർത്തിക്കൊണ്ടുവന്ന 2 മക്കളും ദൈവവിളി സ്വീകരിച്ച് ഇന്ന് സന്യാസ ജീവിതത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീട്ടിൽ പപ്പ സ്ട്രിക്റ്റ് ആയിരുന്നു. കരാട്ട ക്ലാസ്സിൽ എന്നതുപോലെ തന്നെയായിരുന്നു വീടിനുള്ളിലും. പിന്നെ ഞാൻ പരിശീലനം നേടിയത് അന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ കരാട്ട പഠിക്കാൻ വന്നിരുന്നത് വളരെ വിരളമായിട്ടായിരുന്നു. സോ എനിക്ക് കരാട്ട പഠിക്കാൻ എൻ്റെ ഒപ്പത്തിലുള്ള പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. പകരം ഞാൻ എൻ്റെ പപ്പയോട് കൂടെ തന്നെയാണ് കരാട്ടെ പരിശീലനം നേടിയത്. വീടിൻ്റെ ഉള്ളിലും പുറത്തും ഒരേപോലെ സ്ട്രിക്റ്റ് ആണെന്ന് പറയുമ്പോഴും പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേപോലെ ഈക്വാലിറ്റി പപ്പ എല്ലാ കാര്യത്തിലും പപ്പയ്ക്ക് നിർബന്ധമായിരുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം എന്നുള്ളത്. സെൽഫ് ഡിഫെൻസിൻ്റെ ഒരു ചെറിയ ടെക്നിക്ക്. 2 കൈ കൊണ്ട് നമ്മുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ കൈ 2 കൈ കോർത്ത് പിടിക്കുക, ജസ്റ്റ് ഇങ്ങോട്ട് എടുക്കുക. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മുതലാണ് ഞാൻ കരാട്ടെ പരിശീലനം ആരംഭിച്ചത്. 10ാമത്തെ വയസ്സിൽ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. പിന്നീട് 5 വർഷക്കാലം ഞാൻ കരാട്ടെ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുത്തിരുന്നു. എൻ്റെ പ്രായത്തിലുള്ളവർക്കും കുറച്ച് ചേട്ടന്മാരായിട്ടുള്ളവർക്കും ഒക്കെ ഞാൻ കൊടുത്തിരുന്നു. കരാട്ടെ കുടുംബത്തിലെ അടികളും വഴക്കുകളും ഒക്കെ എന്താ പറയണ്ടേ, കരാട്ടയുടെ രൂപത്തിൽ തന്നെയായിരുന്നു. പപ്പയാണെങ്കിൽ എപ്പോഴും തമാശയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു കിക്ക്, പഞ്ചൊക്കെ തരും. അത് ബ്ലോക്ക് ചെയ്തില്ല എങ്കിൽ അതെന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തില്ല എന്ന് ചോദിക്കും. സഹോദരങ്ങൾ ഞങ്ങളാണെങ്കിൽ ചുമ്മാ കാണുമ്പോൾ അടിക്കത്തൊന്നുമില്ല. ഞങ്ങൾ ആണെങ്കിലും പഞ്ച് ചെയ്യുന്നു, കിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള അടികളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിലെ പെൺകുട്ടികളെ പോലെ, ഞാൻ പറഞ്ഞല്ലോ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെയുള്ള ഒരു രീതിയിലായിരുന്നു അപ്പോൾ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ എൻ്റെ സാധാരണ പെൺകുട്ടികളെ പോലെ പൊട്ട് തൊടാനോ അല്ലെങ്കിൽ വളയിടാനോ പാദസരം ഇടാനോ ഒന്നും ഞങ്ങളെ അനുവദിച്ചിരുന്നില്ല. കാരണം കരാട്ടയ്ക്ക് കയറുമ്പോൾ അതെല്ലാം അഴിച്ചു മാറ്റണം. അപ്പോൾ പിന്നെ അത് ഇടണ്ട എന്നുള്ളൊരു രീതിയായിരുന്നു പപ്പയ്ക്ക്. എൻ്റെ പപ്പ എനിക്കൊരു കൂട്ടുകാരനെ പോലെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഗുരുവാണ്, അപ്പനാണ്. പക്ഷേ എനിക്ക് കൂട്ടുകാരൻ്റെ അത്രയും ഫ്രീഡം പപ്പ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. പപ്പ എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് അന്ന് ഓമിനി ആയിരുന്നു ഞാൻ വീട്ടിലായിരുന്ന സമയത്ത്. അതുപോലെ തന്നെ രാവിലെ കരാട്ടെ ഡ്രസ്സിൽ ഞങ്ങൾ ജോഗിങ്ങിന് പോകും. ഞങ്ങൾക്കത് അന്നത്തെ കാലത്ത് എനിക്കത് നടക്കേട് പോലെയൊക്കെ ആയിരുന്നു. പപ്പ ഡ്രസ്സിൽ നടന്നു, ഞങ്ങൾ സാധാ ഡ്രസ്സിൽ പോകാം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ പപ്പായ്ക്ക് പറ്റത്തില്ല, സെൻഷൻ നീ കരാട്ടെ ഡ്രസ്സിട്ട് തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞ് പപ്പയുടെ ആ ഒരു പാഷൻ കരാട്ടയോടുള്ള കരാട്ടെ ഡ്രസ്സിനെ പപ്പ അത്രമാത്രം വിലമതിച്ചു എന്നുള്ളതാണ്. കാരണം പപ്പ മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ ആയിരുന്നു അന്ന് പപ്പയുടെ ബോഡിയുടെ കൂടെ ഞാൻ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തി വീട്ടിലാണ്. അനിയത്തിയോട് ഞങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞു, പപ്പയുടെ നല്ലൊരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോയോ എന്ന് പറഞ്ഞു.
അപ്പം അനിയത്തിയാണ് ഞങ്ങളോട് പറഞ്ഞത്, പപ്പ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞേച്ചി ഞാൻ മരിക്കുമ്പോൾ എന്നെ കരാട്ടെ ഡ്രസ്സിൽ വേണം നിങ്ങൾ അടക്കാൻ. അത് പപ്പയുടെ ഒരു ആഗ്രഹമാണ്, അത് നമ്മൾ സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് പപ്പ ആഗ്രഹിച്ചതുപോലെ കരാട്ടെ ഡ്രസ്സിൽ തന്നെയാണ് ഞങ്ങൾ പപ്പയെ അടക്കിയത്. എല്ലാവർക്കും അതിശയം തോന്നി, എന്തുകൊണ്ടാണ് ഇങ്ങനെ കരാട്ടെ ഡ്രസ്സിൽ അടക്കുന്നത് എന്നൊക്കെ പലരും ഞങ്ങളോട് ചോദിച്ചു. പക്ഷേ പപ്പായുടെ ഇഷ്ടം അതായതുകൊണ്ട് അങ്ങനെ ചെയ്തു. ടൂർണമെൻറ്റുകൾക്കൊക്കെ ഞാൻ പോയിരുന്നത് എപ്പോഴും പപ്പയുടെ കൂടെയായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ പപ്പയുടെ കൂടെയായിരുന്നു. അതപ്പോൾ എനിക്ക് പപ്പായെ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥ എനിക്ക് ഓർക്കാൻ കൂടിയും പറ്റത്തില്ലായിരുന്നു. അതുപോലെയായിരുന്നു. കാരണം നാഗർകോവിലൊക്കെ പോവുക, അല്ലെങ്കിൽ പല സ്ഥലത്തും ടൂർണമെൻറ്റുകൾക്ക് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ പപ്പായെ പിരിയുക എന്നുള്ളത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു മഠത്തിൽ പ്രവേശിച്ച ആദ്യ നാളുകളിലൊക്കെ. അപ്പം പപ്പ ഇങ്ങനെ എനിക്ക് എൻ്റെ ഒരു നല്ലൊരു ഓർമ്മയാണ്, നാഗർകോവിൽ 8 വയസ്സുള്ളപ്പം നാഗർകോവിലിൽ കരാട്ടെ ടൂർണമെൻറ്റിന് പോയി. അവിടെ ചെന്നപ്പം അവിടെ വിവേകാനന്ദ പാറ കാണിക്കാൻ, സൂര്യോദയം കാണിക്കാനൊക്കെ എന്നെ രാവിലെ കൊണ്ടുപോയതും ആ ഒരു കടൽ തീരത്തുകൂടെ നടന്ന് അവിടെ നിന്ന് എനിക്ക് നല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നത് ഇന്നും എൻ്റെ മനസ്സിൽ പച്ചകിടാതെ നിൽക്കുന്ന കാര്യങ്ങളാണ്. അത്രമാത്രം പപ്പ എന്നെ സന്തോഷിപ്പിക്കാൻ, എൻ്റെ കാര്യത്തിന് അത്രമാത്രം എന്നെ കൂടെ കൊണ്ട് നടന്ന ഒരു സ്നേഹമായിരുന്നു. ചെറുപ്പം മുതലേ സന്യാസ ജീവിതത്തോടുള്ള ഒരു ആകർഷണം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. CMI അച്ഛന്മാരുടെ സ്കൂളിലും FCC സിസ്റ്റേഴ്സൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇടവകയിൽ. ഞാനെപ്പോഴും പള്ളിയിലൊക്കെ പോകുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം, സിസ്റ്റേഴ്സും അച്ഛന്മാരും എങ്ങനെയാണ് ഇടപഴകുന്നത്, അല്ലെ പള്ളിയിൽ അവരെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ സിസ്റ്റേഴ്സൊക്കെ ഇരിക്കുന്നത് പള്ളിയിൽ വജ്രാസനത്തിലിരിക്കും. അപ്പം ഞാൻ ചെറുപ്പത്തിലെ ഇവരെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കി ആ രീതിയിൽ ഇരിക്കാൻ, അത് സന്യാസ ജീവിതത്തോടുള്ളൊരു അവരെ പോലെ ആകാനുള്ളൊരു ആഗ്രഹം കുഞ്ഞുനാളിലെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഞാനത് അവരെ ഒരുപാട് ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അൾത്താരയിലെ തുണികളും ചിത്തോല ഇതിൻ്റെയൊക്കെ വർക്കിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയാണോ, അതെങ്ങനെയാണ് അതിൽ പിടിപ്പിച്ച് വെക്കുന്നത് ഈ മേശയിൽ, അങ്ങനെയുള്ള ഈ അൾത്താര, ദൈവിക കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അതിനോടുള്ളൊരു ആകർഷണവും എൻ്റെ ഉള്ളിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പപ്പായോടും മമ്മിയോടും എനിക്ക് സന്യാസ മഠത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേരും അന്ന് എൻ്റെ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. പപ്പ തന്നെയാണ് എന്നെ ദൈവവിളി ക്യാമ്പിനായിട്ട് കൊണ്ടുവന്നാക്കുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അന്ന് പിരിഞ്ഞിരിക്കുന്നത്. അന്ന് പപ്പ കരഞ്ഞ് എനിക്ക് വണ്ടിക്കൂലി തരാൻ പോലും പപ്പ മറന്നുപോയി. എനിക്ക് അന്ന് എന്നെ കൊണ്ടുവിട്ടിട്ട് പപ്പ പോകുമ്പോൾ എനിക്ക് ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പപ്പായെ വിളിച്ച് പറയണമല്ലോ, പപ്പ എൻ്റെ ധ്യാനം കഴിഞ്ഞ് എന്നെ കൊണ്ടുപോകാൻ വായോ എന്ന് പറയണമെങ്കിൽ അതിന് കോയിനിട്ട് വിളിക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിൽ തരാൻ പപ്പ മറന്നുപോയി. അങ്ങനെ കരഞ്ഞായിരുന്നു പപ്പ പോയത്. പിന്നെ എൻ്റെ ആൻറ്റി മഠത്തിലായതുകൊണ്ട് തന്നെ സിസ്റ്റേഴ്സ് വന്നു, അവരാണ് എന്നെ പപ്പായെ വിളിച്ച് പിന്നെ പപ്പ വന്നതൊക്കെ. എൻ്റെ പപ്പ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പം അന്നത്തെ ദിവസം ആരോടൊക്കെ പപ്പ വഴക്കുണ്ടാക്കിയാലും, മമ്മിയോടോ ഞങ്ങളെ ആരെയും വഴക്ക് പറഞ്ഞാലും, ഈ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ജപമാലയ്ക്ക് ശേഷം പപ്പയുടെ ഒരു സ്വയം പ്രേരിത പ്രാർത്ഥനയുണ്ട്. സ്നേഹപിതാവായ ദൈവമേ, സ്നേഹമുള്ള ഭാര്യയെയും മക്കളെ എൻ്റെ സെൻഷിമോൾ, അങ്ങനെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പപ്പ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കേൾക്കുമ്പോൾ പപ്പായ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹം എന്തുമാത്രമാണെന്ന് ഞങ്ങൾ യഥാർത്ഥത്തിൽ അറിയുന്ന അപ്പോഴാക്കി. അത്രമാത്രം സ്നേഹിച്ച് പ്രാർത്ഥിച്ചാണ് പപ്പ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അതുപോലെ തന്നെ പള്ളിയിലൊക്കെ പോയി കഴിയുമ്പോഴും ഞാൻ മഠത്തിൽ നിന്ന് അവധിക്ക് ചെന്ന് ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് പപ്പയ്ക്ക് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. ദൈവിക കാര്യങ്ങളിൽ എപ്പോഴും ഈ കരാട്ടെ എന്ന് പറയുന്ന പരിശീലനം നൽകുന്ന കാര്യത്തിലുള്ള ആ ഒരു സ്ട്രിക്ട്നെസ് ആത്മീയ കാര്യത്തിലും നമുക്കുണ്ടായിരിക്കണം എന്ന് പപ്പയ്ക്ക് നിർബന്ധമായിരുന്നു. കുടുംബ പ്രാർത്ഥന 7:30 എന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ വീട്ടിൽ തുടങ്ങിയിരിക്കണം. അതിൽ നിന്ന് 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പപ്പ സമ്മതിക്കില്ല. അത്രയും കൃത്യതയോടുകൂടി ആത്മീയ കാര്യങ്ങളും പപ്പ ഞങ്ങളെ പരിശീലിപ്പിച്ചിരുന്നു. എനിക്ക് സന്യാസ മഠത്തിൽ പ്രവേശിച്ചപ്പോൾ ഈ സന്യാസത്തിലെ നിയമങ്ങളോ അല്ലെങ്കിൽ സന്യാസത്തിലെ ടൈം ടേബിൾ അനുസരിച്ചുള്ള ജീവിതമൊന്നും എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടല്ലായിരുന്നു. അത് എളുപ്പമായിരുന്നു. കാരണം വീട്ടിൽ നമ്മൾ ആ ഒരു ചിട്ടയായ ഒരു രീതിയിൽ നിന്നാണ് മഠത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ അതും എനിക്കൊരുപാട് നന്മയായിട്ടാണ് ഭവിച്ചിട്ടുള്ളത്. ആരോട് ഞാൻ എൻ്റെ പേര് പറയുമ്പോഴും ഒരിക്കൽ കൂടി അവർ ചോദിക്കും എന്താ എന്ന്. കാരണം സെൻഷൻ എന്ന വാക്ക് കേട്ട് പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം ചോദിക്കും. അപ്പോൾ തന്നെ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പറയും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ വൈറ്റ് ബെൽറ്റ് ആണെന്ന്. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ഒരു സന്യാസ ജീവിതത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. കരാട്ടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ബലപ്രയോഗമാണെങ്കിൽ സന്യാസ ജീവിതം ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു ബലപ്രയോഗമാണ്.
സ്വർഗരാജ്യത്തിന് വേണ്ടി. ആടുകളെ മേയിച്ച് മരുഭൂമിയിലൂടെ നടന്നിരുന്ന മോശ അങ്ങകലെ കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടു. അതിലൊരു അതിസ്വാഭാവികത അദ്ദേഹത്തിന് തോന്നി. അല്ലേ, കത്തുന്നു എന്നാൽ അത് ചാമ്പലായി തീരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലും ഇതേ ഒരു അവസ്ഥയാണ് എനിക്ക് സമർപ്പിത ജീവിതത്തെ നോക്കിക്കണ്ടപ്പോൾ തോന്നിയത്. കാരണം അകലെ നിന്ന് നോക്കിയപ്പോൾ ഈ ജീവിതത്തിന് ഒരു അതിസ്വാഭാവികതയുണ്ടെന്ന് ഞാനും കണ്ടു. ഈ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ ജീവിക്കുന്ന ഒരു കൂട്ടം സമർപ്പിതർ. ഈ ജീവിതത്തോടുള്ള ഒരു ആകർഷണം, അത് ചെറുപ്പം മുതലേ സമർപ്പിതരെ, അവരുടെ ഇരിപ്പ്, അവരുടെ നടപ്പ്, അവരുടെ ജീവിതശൈലികളൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടിരുന്ന എനിക്ക് ആ ഒരു ആകർഷണം കത്തുന്ന മുൾപ്പടർപ്പിനോട് മോശയ്ക്ക് തോന്നിയ ഒരു ആകർഷണം പോലെ ഈ സമർപ്പിത ജീവിതത്തോട് എനിക്കും ഒരു ആകർഷണം തോന്നി. ആ ആകർഷണം കൂടി വന്നപ്പോൾ ഈശോ എന്നെ ഈ സന്യാസ ജീവിതത്തിലേക്ക്, അവിടുത്തെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അവിടുത്തെ പരിശുദ്ധിയുടെ ഈ ആലയത്തിലായിരിക്കാൻ എനിക്ക് കൃപ നൽകുകയും ചെയ്തു. എൻ്റെ അമ്മ എന്നെ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മയുടെ ഒരു പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: കർത്താവേ, എന്നെ കേൾക്കാൻ മനസ്സുള്ള ഒരു പെൺകൊച്ചിനെ എനിക്ക് തരണേ. എനിക്ക് എന്നെ സ്നേഹിക്കാനും എൻ്റെ വിഷമങ്ങളൊക്കെ കേൾക്കാനും മനസ്സുള്ള ഒരു കുഞ്ഞ് ആയിരിക്കണേ എന്ന് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അത് പിന്നീട് ഇപ്പോഴും മമ്മി പറയും, 4 മക്കളിൽ എന്നെ കേൾക്കാൻ ഇപ്പോഴും മനസ്സുള്ള ഒരു മകളെന്ന് പറയുന്നത് എൻ്റെ കൊച്ചാ. എൻ്റെ മമ്മിയുടെ പ്രാർത്ഥന പോലെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ആയിരുന്നപ്പോഴേ ദൈവം മറ്റുള്ളവരെ ശ്രവിക്കാൻ, അവരെ സ്നേഹിക്കാൻ, ആശ്വസിപ്പിക്കാൻ, അവരെ കേൾക്കാനുള്ള ഒരു ഹൃദയം എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടായിരിക്കാം രോഗി ശുശ്രൂഷ മേഖലയിലേക്ക് കർത്താവ് എന്നെ വിളിച്ചത്. ആദ്യവ്രത വാഗ്ദാനത്തിനായി ഞങ്ങൾ നോവിഷീറ്റിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ പപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ഒരുങ്ങിയതും എന്തുമാത്രമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അതായത് ഓരോ ദിവസവും കുടുക്കയിൽ എൻ്റെ വെസ്റ്റിഷിന് വേണ്ടി പപ്പ പൈസ ഇട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സുഹൃതങ്ങൾ ചെയ്ത് ഒരുങ്ങുകയായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. പപ്പായുടെയും മമ്മിയുടെയും സഹോദരങ്ങളുടെയും പ്രാർത്ഥനയും പിന്തുണയുമാണ് ഇന്നും സന്യാസ ജീവിതത്തിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ എനിക്ക് പ്രചോദനം നൽകുന്നത്. 2 വർഷം മുമ്പായിരുന്നു എൻ്റെ നിത്യവ്രതം. എൻ്റെ നിത്യവ്രതത്തിന് പപ്പ കുറച്ച് നാൾ മുമ്പ് ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സെൻഷൻ എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ വരില്ല, ബാക്കി എല്ലാവരും വരും, മമ്മിയും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാവരും വരും, പക്ഷേ എനിക്ക് ഇത്രയും ദൂരം കോതമംഗലത്ത് വെച്ചായിരുന്നു, അപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. എൻ്റെ പപ്പ എൻ്റെ നിത്യവ്രതം കൂടാനായിട്ട് വരത്തില്ലല്ലോ എന്ന് ഓർത്ത്. പക്ഷേ എന്നെ സർപ്രൈസായിട്ട് ആളെന്നെ പറ്റിച്ചു. എന്താ പറയണ്ടേ, പിറ്റേ ദിവസം അന്ന് എല്ലാവരും വന്നു കഴിഞ്ഞ് രാവിലെ നമുക്കങ്ങനെ വരുന്ന പാടെ ഓടിച്ചെന്ന് കാണാൻ, നമ്മൾ സൈലൻസും പ്രാർത്ഥനയൊക്കെ ആയിട്ട് മാറി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങളുടെ ടെറസിൽ നിന്ന് എനിക്ക് കാണാമായിരുന്നു ഇപ്പുറത്തെ മുറിയിൽ അനിയത്തിയും സഹോദരങ്ങളൊക്കെ വന്നേ. അപ്പം ഞാൻ അവരെ ആ ജനലെ വെച്ച് ഇങ്ങനെ കണ്ട്, അപ്പോൾ അവരൊന്നും ഞങ്ങൾ എത്തി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ മാത്രം വന്നില്ല അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരൊന്ന്, പപ്പ വന്നിട്ടുണ്ട്, കുഞ്ഞേച്ചീനെ പറ്റിച്ചല്ലേ എന്ന് ചോദിച്ചു. അതുപോലെ എന്നെ സർപ്രൈസാക്കി എൻ്റെ പപ്പായ എന്നെ ഒരുപാട് സ്നേഹിച്ചു, ഒത്തിരി സന്തോഷിപ്പിച്ചു. എന്നാൽ ആ പപ്പയുടെ സ്നേഹത്തെക്കാളും വലിയ സ്നേഹം കൊണ്ട് എൻ്റെ ദൈവം എന്നെ പൊതിയുന്ന അനുഭവമാണ് ഇന്നെനിക്കുള്ളത്. ഇവിടെ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്റേ, അതുപോലെ ഹോസ്പിറ്റൽസ്, സെൻട്രൽ സ്റ്റോറ്, അതുപോലെ തന്നെ സ്കാനിങ് റൂമിൽ കുറച്ച് ടൈപ്പിംഗ് വർക്കുകൾ, ഇതൊക്കെയാണ് ഹോസ്പിറ്റലിലെ എൻ്റെ ശുശ്രൂഷകൾ. ഒപ്പം തന്നെ ഇടവകയിൽ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ ശുശ്രൂഷകൾ ഒക്കെ ചെയ്യുന്നു. പിന്നെ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ ചിത്തോലയുടെ വർക്കുകൾ ചെയ്യുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഈശോയെ സന്തോഷിപ്പിക്കാൻ എനിക്കിന്നും ഏറെ ഇഷ്ടമാണ്. ഇന്നും ഈശോ നമ്മെ എല്ലാവരെയും വിളിക്കുകയാണ്. കരാട്ടേക്കാരി എന്നോ, എൻജിനീയർ എന്നോ, ഡോക്ടർ എന്നോ, പാട്ടുകാരനെന്നോ, പാട്ടുകാരിയെന്നോ, ഡാൻസുകാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും അവിടുന്ന് ക്ഷണിക്കുന്നു തൻ്റെ ദൈവരാജ്യത്തിനായി ശുശ്രൂഷ ചെയ്യും. ചങ്കാണ് എൻ്റെ ചങ്കാണെൻ്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു.